ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഈ വീഡിയോ കാണുന്ന രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ഒന്ന്, നിങ്ങളിപ്പോൾ മേ ബി സിംഗിൾ ആയിരിക്കും, നിങ്ങൾക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവരുമായിട്ട് പരിചയമുണ്ട്, ആ വ്യക്തിയുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പുകൾ പറയുന്നത്. ആദ്യം കുറച്ച് തിയറി പറയുന്നുണ്ട്. ആ തിയറി മസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൂടി അറിയുകയാണെങ്കിലേ നിങ്ങൾക്ക് ഇത് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാനും പെട്ടെന്ന് തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ നടത്താനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു അട്രാക്ഷൻ പവർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, സ്നേഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആരും ഉണ്ടാവത്തില്ല, ഒരു പുതിയ ആളെ അട്രാക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്നാലും ആ വ്യക്തിയോട് മാത്രം പോരാ നമുക്ക് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്നതും നമുക്ക് പുറത്തു നിന്നും ചുറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന് നമ്മുടെ ഉള്ളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ഒരു ഫീൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളെ മാത്രം ഞാൻ സ്നേഹിച്ചാൽ പോരാ, അല്ലെങ്കിൽ അയാളെ തിരിച്ച് സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. നമുക്ക് ഭയങ്കര കരുതലായിട്ട് നമുക്ക് ചുറ്റുമുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആളുകളില്ലേ. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹം ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല. ഒരു തോട്ട് പോലും ചിലപ്പോൾ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം ആ ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് പകരം നമ്മളെ ഇഷ്ടപ്പെടുന്നവരാരൊക്കെയാണ്, സ്നേഹിക്കുന്നവരാരൊക്കെയാണ്, കെയർ ചെയ്യുന്നവരാരൊക്കെയാണ്, അവരെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക, അവരെയൊക്കെ തിരിച്ച് സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ ആ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിനുള്ള നന്ദി നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യുക. അത് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാനുള്ള പവറും നിങ്ങൾക്കാവും. അതിനുശേഷമാണ് നമ്മൾ ടെക്നിക്കുകളിലോട്ടും മറ്റുമൊക്കെ പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യത്തിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ്? വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ എന്ത് ഭയങ്കര ഫീലോട് കൂടിയിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാലും അത് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടൊരു റൊമാൻറ്റിക് മൊമെന്റ് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് മാക്സിമം ഫീൽ ചെയ്തിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് വിഷ്വൽ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ദിവസം തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അതുപോലെ തന്നെ അത് ഹോൾഡ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി സ്പീഡപ്പ് ആകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൈ പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റോസ് ആവാം, അത് ഒറിജിനൽ ആവാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം. അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പില്ലോ ഉണ്ടല്ലോ, പില്ലോ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് പാർട്ണറാണ് എന്നുള്ള ഫീലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, എന്തെങ്കിലും റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
ഗിഫ്റ്റുകളൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റ് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരേപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ സമയത്ത്, ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി എല്ലാ ദിവസവും ഒരേ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യേണ്ടതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കണ്ണടച്ചുകൊണ്ട് ഒരു മൊമെന്റ് വിഷ്വൽ ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പല ആളുകൾക്കും, സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫേസ് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ഡ്രീം ഗേൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ജസ്റ്റ് ഫോട്ടോ എന്തെങ്കിലും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ആളെയാണ് അട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഫേസും രൂപമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്യാം. ഇനിയിപ്പോൾ അതും പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വോയിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹിയർ ചെയ്യുന്നത് മാത്രം ഇമാജിൻ ചെയ്തുകൊണ്ട് മാക്സിമം ഫീൽ ചെയ്തിട്ടും ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് വേണം. ആ ഹാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചുറ്റും നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, അവരോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് നമ്മൾ മുൻകൂറായിട്ട് നന്ദി പറയാനും ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് പറഞ്ഞത് വിഷ്വൽ ചെയ്യണം. വിഷ്വൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. വിഷ്വൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫീൽ ചെയ്യുക കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.